ഹലോ ഡിയേഴ്സ്, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് നമുക്ക് റെഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കി തരുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഒരു ജാറിൽ ഒരു പൊളി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേ സ്പൂണിൽ ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അതുകൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല രീതിക്കൊന്ന് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. തക്കാളിയും സവാളയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയും സവാളയും നല്ലതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേന് നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റി വരണം. ഇനി വെജിറ്റബിൾസിന് പകരം നമുക്ക് പനീർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പനീർ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ സോയാബീൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുത്താലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ വെജിറ്റബിൾ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വെജിറ്റബിളിന് ഈ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ. അത് നമ്മുടെ മസാലയോടുള്ള ഇതിനനുസരിച്ച് താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറിയ സ്പൂണിൽ 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ട് ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയില്ലേ, തേങ്ങാ മസാല, അത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് അല്പം മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ.